വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ആൻസർ 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ആൻസർ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ആൻസർ കൊച്ചു മുഹമ്മദ്. ബഷീറിൻ്റെ ഏത് നോവലിലാണ് ബഷീറും സുഹറയും കഥാപാത്രങ്ങളായി വരുന്നത്? ബഷീറിൻ്റെ ഏത് നോവലിലാണ് ബഷീറും സുഹറയും കഥാപാത്രങ്ങളായി വരുന്നത്? ആൻസർ ബാല്യകാല സഖി. ബഷീറിൻ്റെ വീട്ടുകാർ കഥാപാത്രങ്ങളായി വരുന്ന നോവൽ ഏതാണ്? ബഷീറിൻ്റെ വീട്ടുകാർ കഥാപാത്രങ്ങളായി വരുന്ന നോവൽ ഏതാണ്? ആൻസർ പാത്തുമ്മയുടെ ആട്. വീട്ടുമുറ്റത്തുള്ള ഏതു മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചാണ് ബഷീർ കഥകൾ എഴുതിയിരുന്നത്? വീട്ടുമുറ്റത്തുള്ള ഏതു മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചാണ് ബഷീർ കഥകൾ എഴുതിയിരുന്നത്? ആൻസർ മാംഗോസ്റ്റീൻ. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ആൻസർ പത്മശ്രീ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ബഷീർ തന്നെ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ആൻസർ കോട്ടയം. ബഷീറിനെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? ആൻസർ പ്രേമലേഖനം. പ്രേമലേഖനം എന്ന കഥയെ ആദ്യമായി ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? പ്രേമലേഖനം എന്ന കഥയെ ആദ്യമായി ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ആൻസർ P.A. ബക്കർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. ഏതു വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്? ഏതു വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്? ആൻസർ 1993. അടുത്ത ചോദ്യം. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ്? 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ആൻസർ ബാലാമണിയമ്മ. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ആൻസർ പാത്തുമ്മയുടെ ആട്. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി വേഷമിട്ട നടൻ ആരാണ്? മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി വേഷമിട്ട നടൻ ആരാണ്? ആൻസർ മമ്മൂട്ടി. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏതാണ്? തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏതാണ്? ആൻസർ പാത്തുമ്മയുടെ ആട്. ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ആൻസർ ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത്? ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത്? ആൻസർ ബാല്യകാല സഖി. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ആൻസർ A. വിൻസെൻ്റ്. സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ബഷീറിൻ്റെ കൃതി ഏത്? സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ബഷീറിൻ്റെ കൃതി ഏത്? ആൻസർ ശബ്ദങ്ങൾ. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ചത്? ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ചത്? ആൻസർ ജയകേസരി.
ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ ആരാണ്? ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ ആരാണ്? ആൻസർ എം.എ. റഹ്മാൻ. ബഷീറിന് ഡിലീറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏതാണ്? ബഷീറിന് ഡിലീറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏതാണ്? ആൻസർ കോഴിക്കോട് സർവകലാശാല. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ആൻസർ 1993. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ആൻസർ ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചതാര്? ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചതാര്? ആൻസർ E.M. അഷ്റഫ്. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? ആൻസർ മതിലുകൾ. ഏതു വർഷമാണ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത്? ഏതു വർഷമാണ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത്? ആൻസർ 1970. എൻ്റെ ബഷീർ എന്ന പ്രശസ്തമായ കവിത രചിച്ചതാര്? എൻ്റെ ബഷീർ എന്ന പ്രശസ്തമായ കവിത രചിച്ചതാര്? ആൻസർ O.N.V. കുറുപ്പ്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ആൻസർ പ്രേംപാറ്റ. സാറാമ്മയും കേശവൻ നായരും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? സാറാമ്മയും കേശവൻ നായരും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ആൻസർ പ്രേമലേഖനം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: നീർമാതളം പൂത്തകാലം എന്ന കൃതി രചിച്ചതാര്? ആൻസർ മാധവിക്കുട്ടി. ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം: ഷാദിയ, നേഹ എം, അർഷയ്, ശ്രീനന്ദ, ഋതിക, നവ ജുനൈർ, ആൻമറിയ ബിനീഷ്, ശ്രീലക്ഷ്മി PV, അലോന, ഹൃദ്യ K എന്നിവരാണ് ആദ്യം കമൻറ്റ് ചെയ്ത 10 പേർ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ ആത്മകഥ ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ ആത്മകഥ ഏതാണ്? ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.